ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ശ്രീമതി രാധാറാണിയുടെ കഥയാണ് പറയുന്നത്. രാധാറാണിയും ഭഗവാനും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. രണ്ട് ശരീരങ്ങളാണെങ്കിലും അവർ രണ്ടുപേരും ഒരൊറ്റ ആത്മാവാണ്. രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും സത്യലോകത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. അവർ സുദാമാവിൻ്റെ ഒരു ശാപം മൂലമാണ് 100 വർഷം ഭൂമിയിൽ അവരകന്ന് ജീവിക്കണമെന്നുള്ളത് ഒരു ശാപം മൂലമാണ് രാധാറാണി ഭൂമിയിൽ വന്ന് ജനിക്കുന്നത്. ഒപ്പം ഭഗവാനും ദ്വാപരയുഗത്തിൽ ഭഗവാനും ഭൂമിയിൽ ജനിക്കുന്നു. എങ്കിലും രാധാറാണിയാണ് ഭഗവാനേക്കാൾ മുന്നേ ആദ്യം ഭൂലോകത്തിൽ വന്ന് ജനിക്കുന്നത്. രാധാറാണിയുടെ ഭൂമിയിൽ ജനിക്കുന്നതിന് പല പല വിവരണങ്ങളും പല പല കഥകളുമുണ്ട്. അങ്ങനെ ഹിമാലയ പർവ്വതത്തിൻ്റെയും അങ്ങനെ കുറേ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. പക്ഷേ വൃഷഭാനുവിൻ്റെയും കീർത്തി അമ്മയുടെയും മകളായിട്ടാണ് രാധാറാണി വന്ന് ഭൂമിയിൽ ജനിക്കുന്നത്. കൃഷ്ണനേക്കാൾ മുന്നേ വൃന്ദാവനത്തിലേക്ക് ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമാണ് വൃന്ദാവനം. ആ വൃന്ദാവനത്തിലാണ് രാധാറാണിയും ഭഗവാനും ജീവിക്കുന്നത്. ഭഗവാൻ ജനിച്ചത് മധുരയിലാണെങ്കിലും ഭഗവാൻ ഒരു യൗവനകാലം വരെ, കൗമാരക്കാലം ഭഗവാൻ അത്രയും നാളെ അവിടെ ജീവിച്ചിട്ടുള്ള ഭഗവാൻ വൃന്ദാവനത്തിലാണ്. രാധയോടൊപ്പം അല്ലാതെ ഭഗവാന്റെ പേര് പോലും നമ്മൾ പറയില്ല. രാധേ കൃഷ്ണ എന്നാണ് പറയുന്നത്. 125 വർഷത്തോളമാണ് ഭഗവാൻ ഭൂമിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതിൽ കുറച്ചു കാലം മാത്രമാണ് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിലും ആ വൃന്ദാവനത്തിലുണ്ടായിരുന്ന ആ കഥ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യവും. അത്രയും അത് രാധയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കഥ മുഴുവനും പറയുന്നത്. രാധയില്ലാതെ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ഒരു കഥയും പൂർണ്ണമാകുന്നില്ല. അങ്ങനെ രാധയും കൃഷ്ണനും കീർത്തിയുടെയും വൃഷഭാനുവിൻ്റെയും മകളായി രാധാറാണി ജനിക്കുന്നു. ഭഗവാൻ നന്ദഗോപരുടെയും യശോദാമ്മയുടെയും മകനായി അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഗോക്കളെയൊക്കെ മേയിച്ച് അവിടെയുള്ള കുട്ടികളൊക്കെയായി നല്ല സന്തോഷത്തോടെ ഭഗവാൻ ജീവിക്കുന്നു. പക്ഷേ രാധയും കൃഷ്ണനും തമ്മിൽ ഭഗവാൻ അവിടെ കുറേ ഗോപികമാരുണ്ടായിരുന്നു. ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ ഒരുപാട് ഗോപികമാർ ഓടി വരുമായിരുന്നെങ്കിലും കൃഷ്ണന് ഏറ്റവും പ്രിയം രാധയോടായിരുന്നു. അതിന് രാധാറാണി ഭയങ്കരമായൊരു സവിശേഷതകളുള്ള ഒരു കുട്ടിയായിരുന്നു. രാധാറാണി സ്ത്രീയായിരുന്നു. രാധയെ ഭഗവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ രാധയെ വിവാഹം കഴിക്കാൻ, അത് മധുവനത്തിൽ വെച്ച് ബ്രഹ്മദേവനാൽ ഇവർ വിവാഹം കഴിക്കുന്നതായിട്ടും ഒക്കെ ഉണ്ട്. അതിൽ പറയുന്നുണ്ട്. അത് അവർ ഒരു ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ അവർ വിവാഹം കഴിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാധാറാണിയെ ഭൂലോകത്തിൽ വിവാഹം കഴിക്കുന്നത് മറ്റൊരാളാണ്. അതും ഭഗവാന്റെ നിഴലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ രാധാറാണി അത് കൂടാതെ രാധാറാണിയെ വിവാഹം കഴിക്കാനായിട്ട് കൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ രാധാറാണിയെ വിവാഹം കഴിക്കുന്നതിനായിട്ട് ഗർഗമുനി, അത് വീട്ടിൽ നന്ദഗോപരുടെയും യശോദാമ്മയുടെയൊക്കെ അടുത്ത് പറഞ്ഞ് സമ്മതം വാങ്ങിക്കുന്നതിനായിട്ട് ഗർഗമുനിയുടെ അടുത്ത് വരുന്നു. ഗർഗമുനിയോട് പറയുമ്പോൾ ഗർഗമുനി ഭഗവാന്റെ ആ ഒരു ജന്മ രഹസ്യം അത് ഭഗവാൻ മറന്നാണ് ഗർഗമുനിയോട് പറയുന്നത്. അപ്പോൾ ഗർഗമുനി ഭഗവാനോട് പിന്നീട് ആ ഭഗവാന്റെ ജന്മരഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് ജനിച്ചത് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. മധുരയിൽ യാദവകുലത്തിൻ്റെ നേതാവാകേണ്ടവനാണ്. കംസൻ
കംസൻ്റെ സഹോദരിയായ ദേവകിയെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നതും ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് അങ്ങെന്നുള്ളതും ഇവിടെ വന്ന് ജനിക്കേണ്ടി വന്നതാണെന്നും ഇനി ഭഗവാൻ വേണം പോയി അവരെ ദേവകിയെ കംസൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാനും എന്ന് കാരാഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെ ചെയ്യേണ്ടത് ഭഗവാനാണെന്ന് ഗർഗമുനി ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത്രയും നാൾ സ്വന്തം അച്ഛനും അമ്മയുമാണെന്ന് യശോദാമ്മയെയും നന്ദഗോപരെയും സ്വന്തമാണ്. യശോദാമ്മ കണ്ണനെ സ്നേഹിച്ച പോലെ ഒരു അമ്മയും മക്കളെ സ്നേഹിച്ചിട്ടില്ല. അത്രയേറെ സ്നേഹിച്ചാണ് ഭഗവാനെ യശോദാമ്മ വളർത്തിയത്. ആ യശോദാമ്മ തൻ്റെ സ്വന്തം അമ്മയല്ലെന്നറിയുമ്പോൾ ഭഗവാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. ഭഗവാൻ 125 വർഷക്കാലം ഭൂമിയിൽ ജനിച്ചെങ്കിലും ഭഗവാൻ ഒരു മനുഷ്യൻ എന്തൊക്കെ ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഒക്കെ പോകുന്നുണ്ടെങ്കിലും അതിലൂടെ എല്ലാം ഭഗവാനും കടന്നു പോയിട്ടുണ്ട്. അതാണ് മനുഷ്യരുടെ എല്ലാ പാവങ്ങളെയും ഗ്രഹിക്കാൻ കഴിവുള്ള ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവാനും നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഭഗവാൻ അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഭഗവാനും ആ ഒരു ഭൂമിയിൽ ജീവിച്ച എല്ലാ ദുഃഖങ്ങളിലൂടെയും നമ്മൾ ഒക്കെ കരുതുന്നതിനേക്കാൾ ഏറെ ദുഃഖത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ ജീവിച്ച് കാണിച്ച ഒരാളാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ഇതൊക്കെ അറിയുമ്പോൾ തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അല്ല, പിന്നെ താൻ ഈ വൃന്ദാവനത്തിൽ നിന്ന് പോകണം, താൻ യദുകുലത്തിൻ്റെ നാഥനാണ് എന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഭഗവാന്റെ ഒരു സങ്കടം. പിന്നെ രാധയെയൊക്കെ ഉപേക്ഷിച്ച് താൻ പോകേണ്ടി വരും, തൻ്റെ കടമൊക്കെ പറയുമ്പോഴും ഭഗവാൻ അത്ര സങ്കടത്തിലാണ്. പിന്നീട് ഭഗവാൻ ഈ യാത്ര തിരിച്ച് മധുരയിലേക്ക് ഭഗവാൻ പോകണം, അത് രാധാറാണിയെ അറിയിക്കണം. അതിനായി സങ്കടപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ഇതിൽ വേണുഗാനം പൊഴിക്കുകയാണ്. ആ വേണുഗാനം കേട്ട് അവിടെയുള്ള വൃന്ദാവനത്തിലെ ഗോപന്മാരെല്ലാവരും ഓടി കാളിന്തി നദിയുടെ തീരത്തേക്ക് എത്തുകയാണ്. പലരും പലതും മറന്നിട്ടാണ് ഓടി വരുന്നത്. വസ്ത്രങ്ങൾ ധരിക്കാനും കമ്മലിടാനും ഒരു കാതിൽ മാത്രം കമ്മലിട്ടുകൊണ്ടും കുട്ടികൾ കരയുന്നത് ശ്രദ്ധിക്കാതെ അങ്ങനെ പല ഗോപന്മാരും ഓടി വരികയാണ്. ഭഗവാന്റെ ആ വേണുഗാനം കേട്ട കൂട്ടത്തിൽ രാധയും ഓടി വരും. അങ്ങനെ എല്ലാവർക്കും അനുഭവയോഗ്യമാവുകയാണ് ഭഗവാൻ. അന്നാണ് അവിടെ രാസലീല നടക്കുന്നത്. ആ രാസലീലയിൽ എല്ലാവർക്കും കൃഷ്ണനെ അനുഭവയോഗ്യമാകുന്നു. അങ്ങനെ എല്ലാ ഗോപന്മാരും ചേർന്ന് രാസലീല നൃത്തം നടത്തുന്നതിനിടയിലാണ് കൃഷ്ണനും രാധയും അപ്രത്യക്ഷരാകുന്നത്. അവരെന്നും തമ്മിൽ കാണാറുണ്ടായിരുന്നൊരു വനമാണ് നിധിവനം. അവർ നിധിവനത്തിലെത്തുകയാണ്. അവർ രണ്ടുപേരും നിധിവനത്തിലിരുന്ന് അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ അവർ നിധിവനത്തിലിരുന്നാണ് ചെയ്യാറുണ്ടായിരുന്നത്. രാധയെ അണിയിച്ചൊരുക്കുന്നതും അവിടുത്തെ താമരപ്പൂ പറിച്ച് ഭഗവാൻ രാധയുടെ മുടിയിൽ ചൂടിക്കൊടുക്കുന്നതും എല്ലാം നിധിവനത്തിലായിരുന്നു. അപ്പോൾ നിധിവനത്തിൽ വെച്ച് രാധയോട് ഭഗവാൻ പറയുകയാണ്, രാധേ, എനിക്കിങ്ങനെ മധുരയിലേക്ക് പോകേണ്ടി വരും. അവിടെ എനിക്ക് ചെയ്തു തീർക്കാൻ കുറേ കർത്തവ്യങ്ങളും കടമകളും ഒക്കെയുണ്ട് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് രാധാറാണിയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. രാധയ്ക്ക് മനസ്സിലായി എന്താണ് എന്നുള്ളത്. രാധയ്ക്ക് അപ്പോഴാണത് മനസ്സിലാകുന്നത്. കൃഷ്ണൻ പോവുകയാണ്. താൻ ഇത്രയും നാൾ സ്നേഹിച്ച് ഒരുമിച്ചൊരു ജീവിതം വരെ സ്വപ്നം കണ്ടിരുന്ന ആ കൃഷ്ണനാണ്. തൻ്റെ കൃഷ്ണൻ, അവൻ്റെ കൂടെ വൃന്ദാവനത്തിൽ കളിച്ച് നടന്ന ആ കൃഷ്ണൻ ഇനി മധുരയിലേക്ക് പോവുകയാണെന്നുള്ളത് രാധയ്ക്ക് നന്നായിട്ട് അറിയാം. രാധ അത് വേഗം മനസ്സിലാക്കുന്നുവെങ്കിലും കൃഷ്ണൻ പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞാൻ പോയാൽ ഉറപ്പായും തിരിച്ചു വരും. അവിടെ പോയാലും ഞാൻ എൻ്റെ കടമകളൊക്കെ തീർത്ത് തിരിച്ചു വരും. നിന്നെ ഞാൻ വിവാഹം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറയുകയാണ് രാധയോട്. അപ്പോൾ രാധ പറയുന്നു, യദുകുലത്തിൻ്റെ നാഥനാകാൻ പോകുന്ന അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാവാണ്. രാജാവിനെ വിവാഹം ചെയ്യുന്നത് രാജ്ഞി, ഏതെങ്കിലും രാജാവിൻ്റെ മകളും രാജ്ഞിയുമായിരിക്കും. ഞാൻ ഈ വൃന്ദാവനത്തിലെ ഒരു സാധാരണ ഗോപക സ്ത്രീയാണ്. എനിക്ക് അങ്ങയുടെ അവിടെ വന്ന ഒരു രാജ്ഞിയായിരിക്കാൻ അതൊന്നും എന്നെക്കൊണ്ട് അത് എനിക്ക് അരോചകമായി തീരും.
എനിക്ക് എപ്പോഴും ഭഗവാന്റെ ഈ ഗോപികയായിട്ടിരുന്നാൽ മതി, അതാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് രാധ പറയുകയാണ്. അപ്പോൾ കൃഷ്ണന് മനസ്സിലായി രാധ ഇത്രയും വേഗം ഇതെല്ലാം മനസ്സിലാക്കി ഇരിക്കുന്നല്ലോ എന്ന്. പിന്നീട് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ഭഗവാൻ തന്നെ അറിയാം. ആ കൗമാരകാലത്തെ കുറച്ച് നാളുകൾ മാത്രമാണ് ഭഗവാൻ ആ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നത്. കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനിയും രാധയും കൃഷ്ണനും തമ്മിലുള്ള കഥകൾ ഇനിയുമുണ്ട്. രാധയുടെ കഥ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.